ഇരിങ്ങാലക്കുട ഢാണ ചന്തക്കുന്ന് ജംഗ്ഷൻ വികസന പദ്ധതിയുടെ ഭാഗമായി ഏറ്റെടുത്ത സ്ഥലത്തെ കെട്ടിടങ്ങളും നിർമ്മാണങ്ങളും തിങ്കളാഴ്ച പൊളിച്ചുമാറ്റുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ഇരിങ്ങാലക്കുടയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി ആർ ബിന്ദു. പദ്ധതിയുടെ ഭാഗമായി ഭൂമിയും കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും ജീവനോപാധിയും നഷ്ടപ്പെടുന്നവർക്കുള്ള പുനരധിവാസ പാക്കേജുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും പൂർണ്ണമായും പൂർത്തീകരിച്ച സാഹചര്യത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. 40.76 കോടി രൂപയാണ് 133 പേർക്കായി വിതരണം ചെയ്തത്. സംസ്ഥാന പാതയിലെയും ഇരിങ്ങാലക്കുട നഗരത്തിലെയും യാത്രാക്ലേശം അവസാനിപ്പിക്കാനുള്ള സ്വപ്ന പദ്ധതിയുടെ സാക്ഷാത്കാരത്തിലേക്ക് മറ്റൊരു കാൽവെപ്പ് കൂടിയാവുകയാണ് പൊളിച്ചുമാറ്റൽ നടപടിയെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. ജംഗ്ഷൻ വികസനത്തിന്റെ ഭാഗമായിട്ട് നിർമ്മാണ പ്രക്രിയയിലേക്ക് കടക്കുകയാണ്. പൊളിക്കലാണ് അതിന്റെ ഭാഗമായിട്ട് ആദ്യം ചെയ്യാനുള്ളത്. കെട്ടിടവും സ്ഥലവും ജീവനോപാധിയും നഷ്ടപ്പെടുന്നവർക്കുള്ള നഷ്ടപരിഹാര തുക അതിന്റെ പാക്കേജ് എല്ലാം നേരത്തെ പ്രഖ്യാപിച്ച് പരാതിക്കാരെ കേട്ട് വളരെ സങ്കീർണമായ ഒട്ടനവധി നടപടിക്രമങ്ങളിലൂടെ കടന്ന് ഇപ്പോൾ 133 പേർക്കാണ് പുനരധിവാസത്തിന്റെ ഭാഗമായിട്ട് പണം നൽകിയിട്ടുള്ളത്. മുകുന്ദപുരം താലൂക്കിലെ ഇരിങ്ങാലക്കുട, മനവലശ്ശേരി വില്ലേജുകളിൽ ഉൾപ്പെട്ട 0.5512 ഹെക്ടർ ഭൂമിയാണ് ടാണ ചന്തക്കുന്ന് ജംഗ്ഷൻ വികസനത്തിനായി പൊന്നും വില നൽകി ഏറ്റെടുത്തത്. പദ്ധതി പൂർത്തിയാകുന്നതോടെ ചന്തക്കുന്ന് മുതൽ പൂതംകുളം വരെയുള്ള റോഡ് 17 മീറ്ററായി വികസിക്കുമെന്നും മന്ത്രി അറിയിച്ചു. അതേസമയം വ്യാപാരികൾക്ക് കടമുറികൾ സ്വയം പൊളിച്ചുമാറ്റാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി മന്ത്രിക്ക് നിവേദനം നൽകി. നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ അടക്കമുള്ളവരുമായി ചർച്ച ചെയ്ത് ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കുമെന്ന് മന്ത്രി അറിയിച്ചു. TC വിനോസ്, ഇരിങ്ങാലക്കുട.